അപ്പോൾ നമ്മൾ ചിക്കൻ അവസാനം 2 ചിക്കനും കൂടിയിട്ട് അവസാനം ഇത്രേ ബാക്കിയുള്ളൂ. ഈ കോലത്തിലാണ് അവസാന ഗതിയിൽ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ട്രിപ്പ് മല്ലു. എൻ്റെ പേര് ഷമീർ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇവിടെ കർണാടകയിലുള്ള ബാംഗ്ലൂരിനടുത്തുള്ള മഞ്ചനബല എന്ന ഒരു ഡാമിൻ്റെ പരിസരത്തുള്ള ചെറിയൊരു കുന്നിൻ മുകളിൽ വെച്ചുള്ള ഒരു ഗ്രിൽ ചിക്കനും പൊറോട്ടയും ചപ്പാത്തിയും എല്ലാം ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പം അങ്ങോട്ട് പോകാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം ഇതിൻ്റെ ഇടയിൽ ബാക്കി ഇതിൻ്റെ വിവരണങ്ങളൊക്കെ നൽകാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് മഞ്ചനബല ഡാമിന് സമീപത്തുള്ള നമ്മളെ കുക്കിംഗ് സ്പോട്ടിലേക്ക് പോകാം. ഈ മഞ്ചനബല ഡാം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും മൈസൂർ റോഡിൽ ഒരു 35 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. മൈസൂർ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് മഞ്ചൻബല ഗ്രാമം. അപ്പോൾ അവിടെയുള്ള അർക്കാവതി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡാമാണ് ഇത് മഞ്ചനബല ഡാം. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഇതാണ് ഡാമിൻ്റെ സംഭരണിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ ഷട്ടറും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഈ അർക്കാവതി നദി നന്ദി ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദിയിലാണ് നമ്മൾ ഈ ഡാം പണിതിരിക്കുന്നത്. അപ്പോൾ കാവേരി നദിയുടെ പോഷക നദികളിൽ ഒന്നാണ് അർക്കാവതി നദി. അപ്പം മഗാടി ടൗണിലെ ജല ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഡാം. അതുപോലെ ഈ ഡാമിന് ചുറ്റുവട്ടത്തായാണ് നമ്മളെ പഴയ സിനിമ ഷോലെ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഷോലെ കുന്ന് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നത്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് ദൊഡ്ഡാൽമരം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൽമരം ഉള്ളത്. ഏകദേശം 400 വർഷം പഴക്കമുള്ള 10 ഏക്കറോളം പന്തലിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൽമരം ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. നമുക്ക് പറ്റിയാൽ ആ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറ്റിയാൽ നമുക്ക് ആ ദൊഡ്ഡാൽ മരത്തിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം. മാത്രമല്ല ഇതിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ISROയുടെ സാറ്റലൈറ്റ് ടവർ കാണാൻ പറ്റും. അപ്പം ഇതുപോലെ ബാംഗ്ലൂരിലൊക്കെ താമസിക്കുന്ന മലയാളികളുടെ വീക്കെൻഡ് ഒരു കൂടിച്ചേരലുകൾക്ക് ഉപയോഗിക്കുന്ന എല്ലാവരും മലയാളികളടക്കം ഒരുപാട് പേര് വരുന്നൊരു സ്പോട്ട് കൂടിയാണിത്. അതുപോലെ ഈ ഡാമിലേക്ക് നമുക്ക് എൻട്രി ഇല്ല. കാരണം മുമ്പ് ഏകദേശം ചെറിയ കാലം കൊണ്ട് തന്നെ ഏകദേശം 200ഓളം ആൾക്കാർ മരിച്ചൊരു സ്ഥലമാണ് ഈ ഡാം. അതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നതാണ് ഡാമിൻ്റെ ഷട്ടർ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കുള്ള എൻട്രി ഇപ്പം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇപ്പം കുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് ഇത് നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ വെള്ളമൊക്കെ നോക്കി നിന്നിട്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ധാരാളം ഫാമിലികൾ വീക്കെൻഡ് ചിലവഴിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്പോട്ട് കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം ഇതുപോലെ കുക്ക് ചെയ്യുന്നവർ കുക്ക് ചെയ്യും. കുക്കിങ്ങിന് മാത്രമല്ല ജസ്റ്റ് ഒരു ഇതിനായിട്ടാണ് ആൾക്കാർ ഫാമിലിയൊക്കെ വന്ന് നല്ല കാറ്റ്, നല്ല മനോഹരമായ കാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിനൊക്കെ പറ്റിയൊന്ന് ഇപ്പം നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കും അവിടെ നമുക്ക് നല്ല മൊത്തം കാഴ്ചകൾ കണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കുക്ക് ചെയ്യാം. അപ്പം നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അവിടെ എത്തിയിട്ട് ആ സ്പോട്ടിൽ നമ്മളിപ്പോൾ എത്താറായി. നമുക്ക് ആ സ്പോട്ടിലെത്തി ആ സ്പോട്ടിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന സ്പോട്ട്. നമുക്ക് ആ മുന്നിൽ കാണുന്നതാണ് ഡാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ചുറ്റുവട്ടം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ 360 ഡിഗ്രി എങ്ങനെയുണ്ട് ഇതാ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഡാമിൻ്റെ അവിടെ നിന്ന് ഞാൻ തുടങ്ങുന്നത് മൊത്തം നമ്മൾ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മളെ ചുറ്റും ഒന്നും മലനിരകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ചുറ്റും മനോഹരമായ കാഴ്ചയാണ്. അതുപോലെ നല്ല കാറ്റാണ് ഇവിടെ. കാറ്റ് നമുക്കിപ്പോൾ കത്തിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ വെട്ടിക്കെട്ടിനൊക്കെ മേലെ നിന്ന് അമിട്ട് ചെതറിയിട്ട് ഇതുപോലെ തീപ്പൊരി തെറിക്കൂലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഗ്രില്ലിന് വേണ്ടി കരിയിട്ട് കത്തിച്ചപ്പോൾ അതിൻ്റെ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ഇൻട്രോ വീഡിയോയിൽ കണ്ടൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ ഇത് ഗ്രില്ല് കത്തിച്ചപ്പോൾ കരിയിട്ട് കത്തിച്ചപ്പം സംഭവിച്ച അവിടുന്ന് കിട്ടിയൊരു എഫക്റ്റാണ് നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിട്ടത്. ഇതുപോലെയാണ് നമ്മൾ ചുറ്റി വന്ന ഇവിടെ നിന്നുള്ള കാഴ്ച.
അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ഇന്ന് നമുക്കത് കാണാം. ഇവരൊക്കെയാണ് നമ്മളെ കൂട്ടത്തിൽ വന്ന നമ്മളിന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മഞ്ചമ്പല്ലെ ഡാം. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് ഡാമിൻ്റെത്. ഇപ്പോൾ കുറച്ച് മേലെയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോയെന്ന്. ഉസ്താവ് ഒന്ന് ചിരിക്കടാ. അപ്പം ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ വീഡിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും. അപ്പം ഞങ്ങളിതാ ചിക്കൻ ക്ലീൻ ചെയ്യുന്നു. അപ്പം ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കന് വരയിട്ട് മസാല ഇടുന്ന പരുവത്തിലേക്ക് എത്തിച്ചിടാം. ചിക്കൻ കഴുകി നമുക്ക് ഇതിട്ട് വെക്കാം, വരയിടാം. നമുക്ക് ചിക്കനിലേക്കുള്ള മസാല ആഡ് ചെയ്യാം. അപ്പോൾ അത് കാശ്മീരി ചില്ലിയാണ്, എരിവ് പറഞ്ഞതാണ്. അപ്പോൾ ഒരു 3 സ്പൂണ്, 2 ചിക്കനാണുള്ളൊരു 3 സ്പൂണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെ കാര്യമായ സാധനം കുരുമുളക് പൊടി, ഒരു 2 ചെറിയ സ്പൂണ്, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര്, കുറച്ച് വെളിച്ചെണ്ണ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് അവസാനം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് മസാല തേക്കാം. നല്ല രസം. അപ്പോൾ നമ്മളങ്ങനെ തീ കത്തിക്കുന്നത്. ഇതാ. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് ഗ്രില്ലിലേക്ക് മാറ്റാം. നമുക്ക് ഗ്രില്ല്
അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 ഫുൾ ചിക്കനാണ് ഗ്രില്ല് ചെയ്യുന്നത്. ഇവർ ഇതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് ഒരാൾ കൈയിട്ട് വാരി തീരാൻ തുടങ്ങി. പിന്നെ ചപ്പാത്തി പൊറോട്ടയും റെഡിമെയ്ഡ് ഹാഫ് കുക്ക്ഡ് പൊറോട്ട മേടിച്ചിട്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് അതിൽ കല്ല് ബാക്കിയുണ്ട്, അതിൽ ഫ്രൈ പാൻ ഇറക്കി വെച്ചിട്ടാണ് പൊറോട്ട ഇടുന്നത്. അതുപോലെ ചപ്പാത്തിയും ഉണ്ട് കുറച്ച്. അപ്പം 2 ചിക്കൻ കഴിഞ്ഞ് ഏകദേശം തീരാറായി തോന്നുന്നു. അപ്പുറത്തുനിന്നുള്ള ആൾ വന്ന് എടുത്തെടുത്ത് പൊട്ടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല. നല്ല കാറ്റാണ് ഇവിടെ, നല്ല കാറ്റ്. ഈ ചൂട് സമയത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ ഏകദേശം സാധനം കഴിയാറായി. ചപ്പാത്തി പൊറോട്ട അവിടെയുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ആൾക്കാർ മാത്രമല്ല, കുറച്ചധികം ആൾക്കാരുണ്ട്. പേര് പറഞ്ഞോ? എൻ്റെ പേര് റിനീഷ് പാർക്കടൻ. ഇത് നമ്മളെ റിനീഷ്. എൻ്റെ പേര് മുസ്തഫ. നമ്മളെ മുത്തത്തി വീഡിയോയിലുള്ള ആളാണ്. ജിബിൻ. അടുത്ത ആള് നമ്മളൊരാള് പൊറോട്ട ഇട്ടോണ്ട് നിൽക്കുന്നുണ്ട്. പേര് പറഞ്ഞോ? അമൽ. ഇപ്പം കാസർഗോഡാണ്. സൂപ്പർ ചപ്പാത്തി ചിക്കൻ. പേര് പറഞ്ഞോ? അനൂപ്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഫൈനൽ ഇനിയിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. കഴിക്കുന്ന വീഡിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ബാക്കിയുണ്ട് എന്തെങ്കിലും കാണിക്കാം. എനിക്ക് കിട്ടും തോന്നില്ല. ഞാൻ എന്നാൽ പിന്നെ പെട്ടെന്ന് ഇവരെ കൂട്ടത്തിലൊന്ന് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ അവസാനം 2 ചിക്കനും കൂടിയിട്ട് അവസാനം ഇത്രയേ ബാക്കിയുള്ളൂ. ഈ കോലത്തിലാണ് അവസാന ഗതിയിൽ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ല കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്. എൻ്റെ പേര് ഷമീർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ട്രിപ്പ് മല്ലു. ഓക്കെ, ഐവ.